ഓലയുടെ സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് 2 എണ്ണമുള്ള പാക്കേജാണ്. പേരൊക്കെ എന്താ, നാനച്ച്, ഹാമർ പ്രൂഫ് എന്തൊക്കെയോ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. റെഡി ആണോന്ന് അറിയില്ല. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ. രണ്ട് സ്ക്രീൻ ഗാർഡ്. സിംഗിളുള്ള പാക്കേജിന് 299 ഡബിളുള്ള 399. എനിക്കിത് 340 രൂപക്കാണ് കിട്ടിയത് ഒരു ഓഫറിൽ. 2 വാങ്ങുകയാണെങ്കിൽ കൂടുതലാവും. പിന്നെ ഇൻവോയ്സ്, 2 വൈപ്സ്, പിന്നെ ഇതിങ്ങനെ ബബിൾസൊക്കെ പോക്കാനുള്ള 2 ഇതുമാണുള്ളത്. ഒരു വെറ്റ് വൈപ്പും ഒരു ഡ്രൈ വൈപ്പും. അതന്നെ ഒന്നും കൂടി. ഇനി ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം റെഡി ആണോന്ന്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് എല്ലാ സൈഡിലും. ഫുള്ളായിട്ട് അങ്ങോട്ടില്ല, എന്നാലും ഇതേ ഷേപ്പ് തന്നെയാണ്. പക്ഷേ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് ഇത്രയും കവർ ചെയ്യുന്ന സ്ക്രീൻ ഗാർഡും ഉണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ നമുക്ക് ആർക്കും വേണമെങ്കിൽ വാങ്ങിക്കോളാം. ഏതായാലും ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ വണ്ടിയിലെ സ്ക്രീനിൻ്റെ മുകളിൽ ആദ്യം ഉണ്ടായിരുന്ന ആ പ്ലാസ്റ്റിക് റാപ്പ് നമ്മൾ റിമൂവ് ചെയ്താണ്. പിന്നെ ഈ സ്ക്രീനിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ തന്നിട്ടുള്ള വെറ്റ് വൈപ്പ് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നു. നല്ലതുപോലെ ക്ലീൻ ആകാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചെറിയൊരു പൊടി ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അതിൽ ബബിൾ വന്നിട്ട് ഇവിടെ നാശമാവും. ഇനി നമ്മൾ ഈ ഇതിലുള്ള ഡ്രൈ വൈപ്പ് വെച്ചിട്ട് ഒന്നും കൂടി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാണ്, ഫുള്ളായിട്ട് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്ക്രീൻ ഗാർഡിൻ്റെ ഔട്ടർ സെക്ഷനിലുള്ള ഈ ഇത് പൊളിച്ചെടുക്കാം. സ്ക്രീൻ ഗാർഡ് ഫുൾ ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ. ഈ കറുപ്പ് കളറുള്ളതൊക്കെ അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കറാണ്. അത് നമ്മൾ പറിച്ചതിന് ശേഷം ഇവിടെ വെച്ച് നോക്കുക, അലൈൻമെൻറ്റ് നമുക്ക് റെഡിയാക്കാൻ നോക്കുക. അങ്ങനെയല്ല, അത് നേരെ തിരിച്ചാണ്. ഞാനിപ്പോൾ റെഡിയാക്കി. വണ്ടിക്ക് ഗ്ലാസ് വേണമെന്നില്ലല്ലോ, റെസ്പോൺസ് ഇതിനുണ്ടെങ്കിൽ. ഇപ്പോൾ ഏകദേശം റെഡിയാണ്. ഇത് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് ബബിളൊന്നും കൊടുക്കുന്നില്ല. മറ്റേ ആ കാർഡൊന്നും ആവശ്യമില്ല. ഇത് സൈഡ് ചെയ്യാൻ കട്ടിയുള്ള, അത്യാവശ്യം കട്ടിയുണ്ട് ഈ സ്ക്രീൻ ഗാർഡിന്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാളേഷൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ ഫുള്ളൊന്ന് നല്ലോണം പ്രസ് ചെയ്യുക. അതിന് ശേഷം പുറത്തേക്കുള്ള ആ സ്റ്റിക്കർ കൂടി നമ്മൾ പൊളിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഓക്കെയാണ്. കണ്ടോ, നല്ല സ്മൂത്തായിട്ടുണ്ട്. നല്ല ഇതിൽ നമ്മൾ സൈഡിലുള്ള ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കാം. സൈഡിൽ നിന്ന് പൊടി പറക്കും. അപ്പോൾ നല്ല നല്ല ഫിനിഷ് ഉണ്ട്. ജസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഈ തൊട്ട ഭാഗത്ത്. കണ്ടോ, ജസ്റ്റ് ചെറിയ ഗ്യാപ്പാണ്. അത് അങ്ങനെ കൂടെ അറിയൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ക്രീൻ ഗാർഡ് തന്നെയാണ്. അത്യാവശ്യം ഗ്ലാസ് അല്ല ഇത്, ഒരു പ്ലാസ്റ്റിക് പോലത്തെ സാധനമാണ്. ഒരു ഓളിയോ ഫോബിക് കോട്ടിങ്ങും ഉണ്ട്. ഓളിയോ ഫോബിക് കോട്ടിംഗ് ആണെന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്തോ ഒരു കോട്ടിംഗ് ഉണ്ട്. ടച്ച് റെസ്പോൺസൊക്കെ റെഡിയാണ്, ഒന്നും കുഴപ്പമില്ല. നല്ല രൂപത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്ക്രീൻ ഗാർഡ് കുറച്ച് വെള്ളമാക്കിയിട്ടുള്ള ടച്ച് റെസ്പോൺസ് നോക്കാം. നമുക്ക് റെസ്പോൺസിനൊന്നും കുഴപ്പമില്ല. നമുക്ക് മയത്തൊക്കെ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല റെസ്പോൺസ് തന്നെയാണ് കിട്ടുന്നത്. ഒരു കോട്ടിങ് കൊണ്ട് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വെള്ളം അതിൻ്റെ മുകളിലും കൂടെ നിൽക്കുന്നില്ല. കൂളായിട്ട് ഇങ്ങനെ ആയി പോകുന്നുണ്ട്. അപ്പോൾ അത് ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഉള്ള ഇത് പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. എന്ന് കിട്ടുന്നതിൽ വെച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സ്ക്രീൻ ഗാർഡ് തന്നെയാണ് ഇത്. നമുക്ക് വണ്ടിയുടെ മുകളിലായതുകൊണ്ട് ഈ മൊബൈലുള്ളതുപോലെ ഗ്ലാസ് വേണ്ട ആവശ്യമില്ല, ഗ്ലാസ് ആവശ്യമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇത് തന്നെയാണ്. വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. ബൈ.